പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 14 വരെ. This news is brought to you by Apsara Jewelry, ചെറുപുഴ and പാടിയോട്ടിച്ചാൽ. പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 14 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തിന് തുടക്കം കുറിച്ച് 8-ന് ഞായറാഴ്ച വൈകുന്നേരം 4:30 വയക്കരമുണ്ടിയിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കും. വൈകുന്നേരം 5-ന് തന്ത്രീശ്വരനെ സ്വീകരിക്കൽ. രാത്രി 8-ന് പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം സരസ്വതി നൃത്തവിദ്യാലയത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റവും നൃത്യങ്ങളും. 9-ന് തിങ്കളാഴ്ച രാത്രി 7-ന് കൊടിയേറ്റം. 11-ന് ബുധനാഴ്ച രാത്രി 9:30 മച്ചിയിൽ കുണ്ടന്തടം വാവൽമട ഏരിയ കാഴ്ച. 12-ന് വ്യാഴാഴ്ച രാത്രി 9:30 ചീർക്കാട് ചന്ദ്രവയൽ കുയ്യങ്ങാനം ഏരിയ കാഴ്ച. വടക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 8 മുതൽ 14 വരെ വിവിധ കലാപരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ ഇടവലത്ത് പടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെ അവരുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ നീലമണ ഇല്ലത്ത് കൃഷ്ണപ്രസാദ് നമ്പൂതിരിപ്പാട് അവരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവാഘോഷം ഫെബ്രുവരി 9-ന് കൊടിയേറ്റമാണ്. 8-ാം തീയതിയാണ് വയക്കര മുണ്ടിയിൽ നിന്നും കലവറ നടക്കുന്നത്. ആ ഘോഷയാത്രയോടുകൂടി ഉത്സവം ആരംഭിക്കുകയാണ്. 11 ഉത്സവം. ആ ഉത്സവത്തിലേക്ക് മുഴുവൻ നാട്ടുകാരെയും പത്രപ്രവർത്തകരെയും എല്ലാവരെയും ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും അമ്പലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ക്ഷണിക്കുന്നു. മഹോത്സവ ദിവസങ്ങളിൽ വിവിധ പൂജാകർമ്മങ്ങളും കലാപരിപാടികളും നടക്കും. വാർത്താസമ്മേളനത്തിൽ പത്മനാഭൻ പലേരി, ബാബു തിരുവാതിര, CM പത്മനാഭൻ, TV വിജയൻ, R വിശ്വനാഥ്, ശശിധരൻ പലേരി, ബാലാമണി മോഹനൻ, സോന ശ്രീനിവാസൻ, M പത്മാവതി, പ്രിയങ്ക രാജീവൻ, ശോഭാ ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു. അയ്യപ്പ ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 14 വരെയുള്ള തീയതികളിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെ പൂർവാധികം ഭംഗിയായി നടത്തുകയാണ്. 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വയക്കര ശ്രീ മുണ്ടിയിൽ നിന്നും ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ സമാരംഭം കുറിക്കുന്നത്. എല്ലാ ദിവസവും പരിപാടികളുണ്ട്. സാധാരണ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലെ അതായത് ലോക്കൽ പരിപാടികളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവസാനത്തെ ഒരു ദിവസം മാത്രം നല്ലൊരു കുരുത്തോല നാട്ടുപാട്ടരങ്ങ് ഉണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം ആന എഴുന്നള്ളത്ത് ഉണ്ടാകുകയില്ല. പകരം രഥം എഴുന്നള്ളത്തും ബാക്കി പടയെടുപ്പ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതായത് ആന ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നില്ല. പകരമാണ് രഥം ഉപയോഗിച്ചിട്ടുള്ള അതായത് പടയെടുപ്പ് കാര്യങ്ങൾ ഘോഷയാത്ര നടക്കുന്നത്. അതിനുവേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതി നമ്മുടെ ക്ഷേത്രം മാതൃസന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭജൻസ്, അതോടൊപ്പം തന്നെ കുട്ടികളുടെ സരസ്വതി നൃത്തവിദ്യാലയത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം. വർഷം ആനയെ ഒഴിവാക്കിക്കൊണ്ട് രഥോത്സവമാണ് നടക്കുന്നത്. എല്ലാ ഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രഥം അതാത് സ്ഥലങ്ങളിൽ ചെന്ന് പടയെടുപ്പ് നടത്തും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും അതിനുള്ള പരാതി ഉണ്ടാവാറുണ്ട്. പുറം നാട്ടിലെ ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയാണ് നടത്തുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഈ മേഖലയിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് കലാപരിപാടികൾ നടത്തുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ പ്രാവശ്യം നാട്ടുകാരുടെ തന്നെ വലിയൊരു കൂട്ടായ്മ, സഹകരണം ഈ പ്രാവശ്യം കാണുന്നുണ്ട്. അത് നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അതിൻ്റെ ഉത്സാഹവും പ്രാതിനിധ്യവും നന്നായ രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവ ആഘോഷത്തിന് വേണ്ടി മാതൃസമിതി 101 അംഗങ്ങളുള്ള മാതൃസമിതി തയ്യാറെടുത്തു കഴിഞ്ഞു. അവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി, അതിൻ്റെ കൺവീനറും സാമ്പത്തിക കൺവീനറും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇപ്രാവശ്യം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിജയം തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ 2 ദിവസം
ആദ്യത്തെ 11-ാം തീയതി മച്ചി വാവൽമട ഏരിയയിൽ നിന്നുള്ള കാഴ്ച ഇവിടെ ദേവനെ സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ 12-ാം തീയതി ചീർക്കാട് ചന്ദ്രവയൽ കുയ്യങ്ങാനം ഏരിയ കാഴ്ചയും, അങ്ങനെ 2 കാഴ്ചകളും ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട്. പിന്നെ 6 ദിവസം അന്നദാനം. എല്ലാവരെയും ഈ അന്നദാനത്തിലേക്കും ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ക്ഷേത്ര ചടങ്ങിലേക്കും അതുപോലെ തന്നെ കലാപരിപാടികളിലേക്കും എല്ലാവരെയും ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണം, മാധ്യമപ്രവർത്തകരുടെയും മറ്റ് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അതിനുവേണ്ടി നമ്മൾ ആഘോഷ കമ്മിറ്റിയും ഉത്സവ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ മാതൃസമിതിയും എല്ലാം സജീവമായി രംഗത്ത് ഉണ്ട്. എല്ലാ പണിമുടക്കാണ്. ആ പണിമുടക്ക് നടക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇവിടെ മഹോത്സവമാണ്. എല്ലാ ട്രേഡ് യൂണിയനോടും ഞങ്ങൾ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവർക്ക് രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്, വ്യാപാരി വ്യവസായിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സഹകരണം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ട്രേഡ് യൂണിയനോടും നാട്ടുകാരോടും ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. അന്ന് നമ്മളായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയാം. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.